ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വയനാട്ടിലെ അതിമനോഹരമായ ഒരിടത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ട് എന്നൊക്കെ ആദ്യമുള്ള ബാണാസുര സാഗർ ഡാം. നമ്മൾ മാനന്തവാടിയിൽ നിന്നാണ് ബാണാസുര സാഗർ ഡാം കാണാനായിട്ട് പോകുന്നത്. ബാണാസുര സാഗർ പടിഞ്ഞാറേത്തറ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഡാം ഉള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബാണാസുര സാഗർ ഡാമിൻ്റെ സ്പിൽവേയിൽ നിന്ന് വെള്ളം ഒഴുകി താഴേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ തോട് കാണാം. അത് ഈ ഡാമിൻ്റെ സ്പിൽവേയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കിപ്പം ഈ ഡാമിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് പോകാൻ രണ്ട് രീതിയിൽ പോകാം. ഒന്ന്, താഴെയുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഈ ക്യാബിൽ കയറി മുകളിലത്തെ സ്റ്റോപ്പിൽ പോയി ഇറങ്ങാൻ പറ്റും. അല്ല എങ്കിൽ ഈ വണ്ടി പോകുന്ന അതേ വഴിയിലൂടെ തന്നെ നടന്ന് നമുക്ക് മുകളിൽ എത്തിച്ചേരാൻ പറ്റും. മുകളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു മനോഹരമായ ഒരു പാർക്കുണ്ട്. പിന്നെ ഡാമിൻ്റെ റിസർവോയറാണ് അവിടെ ഉള്ളത്. അത്യാവശ്യം വളരെ വലിയ ഒരു ഡാമാണ്. അധികം ആൾക്കാർ ഫാമിലി ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഈ ഡാം വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഈ മഴക്കാലം കഴിഞ്ഞ ഉടനെയുള്ള ഒരു സമയമാണ്. അപ്പോൾ നല്ല ഒരു തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അതുമാത്രമല്ല, ഈ മലയിലേക്ക് സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മഞ്ഞ് പെയ്ത് കിടക്കുന്ന ഒരു പ്രതീതി നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഞങ്ങൾ വന്ന ഈ ദിവസം അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഞായറാഴ്ചയായിരുന്നു. ബോട്ടിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് ബോട്ടിങ്ങിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ആളുകളൊക്കെ അത്യാവശ്യം പാർക്കിലുള്ള റൈഡുകളിലും ഇതിലൊക്കെ അത്യാവശ്യം കയറുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാമിന് ചുറ്റുമുള്ള ബാണാസുര മലനിരകൾ തന്നെയാണ്. അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണ്. ഇത് ശരിക്കൊരു ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ്. കാരണം ഏതൊരു ആംഗിളിൽ നോക്കിയാലും അതൊരു വിഷ്വലി വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരിതാണ്. പിന്നെ ഈ മുകളിൽ നിന്ന് ഡാമിൻ്റെ മുകളിലത്തെ സൈഡിൽ നിന്ന് താഴേക്ക് സിപ്പ് ലൈൻ ഉണ്ട്. അതിന് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ സിപ്പ് ലൈന് ടിക്കറ്റ് എടുത്തിട്ട് കയറിയാൽ അതൊരു ഈ ഡാമിൻ്റെ ടോപ്പിൽ നമുക്ക് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നടക്കാനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പിന്നെ ഇതൊരു എർത്ത് ഡാം ആയതിൻ്റെ പേരിൽ നമ്മൾ ഡാമിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നേരെ വെള്ളമല്ല കാണുന്നത്, അവിടെ മണ്ണും പാറയും ഒക്കെയാണ്. എന്താണെങ്കിലും വയനാട്ടിൽ വരികയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്പോട്ടാണ് ബാണാസുര സാഗർ ഡാം. പ്രകൃതി ഭംഗിയും അല്പ സാഹസികതയും ആഗ്രഹിക്കുന്നവർക്ക് ഇവിടം പ്രിയപ്പെട്ടതാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.